ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല നാടൻ പരിപ്പ് വട. നമ്മളെ കടയിൽ നല്ല കിട്ടുന്ന അങ്ങനെ അതിന് വേണ്ടുന്നതാണ് കടലപ്പരിപ്പ് 250 ഗ്രാം 8 മണിക്കൂർ പുതർത്തിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ മിക്സിയിൽ വെള്ളമില്ലാണ്ട് നല്ലോണം ഒന്ന് ഒതുക്കിയിരിക്കുകയാണ്. കടലപ്പരിപ്പ് പുതർത്തുമ്പോൾ ഒരു നുള്ള പച്ചരിയും പുതർത്തണം. എന്നാൽ അടിപൊളി ടേസ്റ്റുള്ള പരിപ്പ് വട കിട്ടും. നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പോലത്തെ പരിപ്പ് വടയായിട്ട് അങ്ങനെ ആ മിക്സിയിൽ ഒതുക്കിയിട്ടെടുത്തതാണ്. നല്ല കടലപ്പരിപ്പ്, നല്ല നാടൻ കടലപ്പരിപ്പ്. അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് ഒരു 5-6 അല്ലി പച്ചമുളക് 250 ഗ്രാമാണ് ഞാൻ കടലക്ക പരിപ്പിട്ട്. പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ നമ്മളെ 2 ഉള്ളി, പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പ്, അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് നല്ലോണം യോജിപ്പിച്ച് മിക്സാക്കിയിട്ട് എടുക്കുക. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിച്ചാൽ നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തുള്ളൂ. എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണുക, എന്നാലേ നമ്മളെ വീഡിയോ എല്ലാം ഉഷാറായിട്ട് വരുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടെല്ലാം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മളെ നെറ്റെല്ലാം ഇതാക്കി പിന്നെന്തിന് നിങ്ങൾ ഇതാക്കുന്ന. അങ്ങനെ നമ്മളെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കുന്നു. അങ്ങനെ നമ്മളെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ അടിപൊളിയുള്ള പരിപ്പ് വട റെഡിയാക്കാൻ പോകുന്നതാണ്. ആദ്യത്തെ പരിപ്പ് വട കുഴായിപ്പോയിക്ക്, രണ്ടാമത്തെ പരിപ്പ് വട നമുക്ക് ഇലയിൽ വേണമെങ്കിൽ ആക്കുക, അല്ലെങ്കിൽ നമ്മളെ കൈയിൻ്റെ അടിയിൽ നെയ്യ് പരട്ടിയിട്ട് നല്ലോണം പരത്തിയിട്ടെടുക്കുക. ഒരു കൈ കൊണ്ട് ക്യാമറയും പിടിച്ച് ഒരു കൈ കൊണ്ട് ചൂടുകയും ചെയ്യുന്ന. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള നാടൻ പരിപ്പ് വട റെഡിയായി. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള പരിപ്പ് വട റെഡിയായി വന്നു. നല്ല പൊൻകളറായിക്കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. നല്ല കറുമുറ പരിപ്പ് വട റെഡിയായി വന്നു. 8 മണിക്കൂർ ഞാൻ പുതർത്തി വെച്ച് അതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒതുക്കിയിട്ടെടുക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളെ പരിപ്പ് വട റെഡിയായി വന്നു. എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കുക, അടിപൊളി ടേസ്റ്റ്. നമ്മളെ നല്ല നാടൻ പരിപ്പ് വട നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ. അങ്ങനെ പരിപ്പ് വട എല്ലാം റെഡിയായി. പിന്നെ നമുക്ക് ഇലയിൽ വേണമെങ്കിൽ പരത്തിയിട്ടെടുക്കുക. ഇലയിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് പരത്തിയിട്ട് ഇടാം. ബൈ.